ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളുടെ പക്കലുള്ളതിന് എല്ലായ്പ്പോഴും നന്മയുള്ളവരായിരിക്കുക. ശ്രീബുദ്ധന്റെ കോട്ടാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ? നമുക്ക് നല്ലൊരു ലൈഫുണ്ട്, അസുഖങ്ങളില്ലാത്തൊരു ലൈഫുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ജോലിയുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, കിടന്നുറങ്ങാൻ ഒരു സ്ഥലമുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ മനുഷ്യന്റെ നേച്ചർ എന്താ? എപ്പോഴും നമുക്ക് ഇല്ലാത്തതോർത്ത് നമ്മൾ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇല്ലാത്തത് നേടണം നേടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലേ? അപ്പോ നമ്മൾ ദൈവത്തോട് പുതിയ കാര്യങ്ങൾ ചോദിക്കുന്നതിനോടൊപ്പം ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് PCOS ലീഡ്സ് ടു പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് PCOS ഉള്ളവരിൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് കൺസീവ് ആകാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇനി ചില ആൾക്കാരിൽ എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് പീരിയഡ്സ് വരുന്നുണ്ട്. അമിതമായിട്ട് രോമ വളർച്ചയൊന്നും ഇല്ല, ചെറിയ ചെറിയ മീശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് വലിയ കൺസേൺഡ് ആയിട്ട് ആരും ശ്രദ്ധിക്കപ്പെടാത്ത തരത്തിലുള്ളതേ ഉള്ളൂ. ഇനി ഭയങ്കര വണ്ണമൊന്നും ഇല്ല, ആവശ്യത്തിനുള്ള വണ്ണമൊക്കെ ഉള്ളൂ. അങ്ങനെ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബിസിറ്റി എന്ന് പറയാൻ മാത്രം വണ്ണം ഇല്ല. ചെറിയ തരത്തിലുള്ള ഹെയർ ഫോൾസ് ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് അതും അധികമായി ട്രീറ്റ്മെന്റ് എടുക്കണം എന്നാരും ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാ മാസവും എനിക്ക് പീരിയഡ്സ് കിട്ടുന്നുണ്ട്, കറക്റ്റ് ഡേറ്റിൽ അല്ലെങ്കിൽ എല്ലാ മാസവും എനിക്ക് പീരിയഡ്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റിയും ഞാൻ വറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇവർക്ക് പ്രത്യേകിച്ച് കൺസേൺ ചെയ്യേണ്ടതായിട്ടൊന്നും തോന്നുന്നില്ല. കാര്യം വെയിറ്റ് ഒക്കെയാണ്, പീരിയഡ്സ് കിട്ടുന്നുണ്ട്, വേറെ എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. പിന്നിപ്പോ മുഖക്കുരു മുടിപൊഴിച്ചിലൊക്കെ വന്നാൽ എന്തെങ്കിലും ക്ലൈമറ്റിന്റെയോ ഫുഡിന്റെയോ അല്ലെങ്കിൽ ഏജ് ചേഞ്ചിന്റെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്ത് വിടും അല്ലെ. ഇങ്ങനെയുള്ള ആൾക്കാരില് നമുക്ക് ഈ PCOS ഉള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് താമസിക്കും അല്ലെ, ഡിലേ ആവും ഡയഗ്നോസ് ചെയ്യാനായിട്ട്. കാര്യം എന്താ, പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ലേ നമ്മളൊക്കെ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനിലോട്ടോ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസ് പ്രോസസ്സിലോട്ടോ നമ്മൾ പോകത്തുള്ളൂ. അതില്ലാത്ത പക്ഷം നമ്മളൊരു ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. ഇനി ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള കുട്ടികള് കല്യാണം കഴിഞ്ഞ് നമ്മൾ കൺസീവ് ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, കൺസീവ് ആകുന്നില്ല. 1 മാസം നോക്കി, 2 മാസം നോക്കി, 3 മാസം നോക്കി, എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, കൺസീവ് ആകുന്നില്ല. അപ്പോഴാണ് ഇവരെന്നാ നമുക്കൊരു ഡോക്ടറെ കാണാം, എന്താണ് കൺസീവ് ആകാത്തതിന്റെ റീസൺ എന്ന് നോക്കാം. ചിലപ്പോൾ ചിലർ 1 വർഷം വരെയൊക്കെ ട്രൈ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കും, എന്നാലും ഡോക്ടറെ കാണില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, ഡോക്ടറെ കാണാനൊരു തീരുമാനം എടുത്ത് ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് ഡോക്ടർ ഇതുപോലെ ഹിസ്റ്ററി കളക്ഷൻ, അതുപോലെ ബ്ലഡ് ടെസ്റ്റുകള്, അൾട്രാസൗണ്ട് ഇതൊക്കെ ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തുന്നതായിരിക്കും PCOS എന്ന് പറയുന്നത്. അപ്പോഴായിരിക്കും ഇവർ അറിയുന്നത് ഇവർക്ക് PCOD ഉണ്ട് എന്ന്. അതുവരെ ഇവർ അതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരിൽ എന്തുകൊണ്ടാണ് ഈ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാ മാസവും പീരിയഡ്സ് ആകുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ ഓവറീസും യൂട്രസും എല്ലാം ഹെൽത്തി ആണ് എന്നൊരർത്ഥം ഉണ്ടോ? ഹെൽത്തി അല്ല എന്നല്ല. ഇപ്പൊ നമുക്ക് ഓവുലേഷൻ നടക്കുക, അതായത് അണ്ടോൽപാദനം നടന്ന് അണ്ടം റിലീസ് ആയെങ്കിൽ മാത്രമേ ഇത് ബീജവുമായിട്ട് വന്ന് കമ്പൈൻ ചെയ്ത് നമുക്ക് കൺസീവ് ആകാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ പീരിയഡ്സ് ആകുന്നതിന്റെ അർത്ഥം നമുക്ക് എല്ലാ മാസവും അണ്ടോൽപാദനം അല്ലെങ്കിൽ ഓവുലേഷൻ എഗ്ഗായി അത് റിലീസ് ആകുന്നു എന്നല്ല അർത്ഥം. ഓവുലേഷൻ നടക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, പീരിയഡ്സ് ആകാറുണ്ട്. അതിനെ അനോവുലേറ്ററി സൈക്കിൾസ് എന്ന് പറയും. ഓവുലേഷനായി എഗ് റിലീസ് ആകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, എൻഡോമെട്രി ലൈനിങ്സ് ഷെഡ് ഓഫ് ചെയ്ത് പോവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പീരീഡ് ആകുന്നത് പ്രോപ്പർ ആയിട്ട് ഓവുലേഷൻ നടന്നിട്ടല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യില്ല, കൺസീവ് ആകാനായിട്ട് അവിടെ എഗ് ഉണ്ടാവുന്നില്ല അല്ലെ, അല്ലെങ്കിൽ എഗ് റിലീസ് ആകപ്പെടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഫേസ് ചെയ്യും. ഇനി രണ്ടാമത്, എഗ് ഒക്കെ ഉണ്ടായി, എഗ് റിലീസായി, സ്പേം വന്ന് നമ്മൾ ബീജവുമായിട്ട് ഈ എഗ് ബീജസങ്കലനം നടന്നു. ഇനി ഇത് എന്ത് ചെയ്യത്തില്ല, പ്രോപ്പർ ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് നടക്കില്ല. അങ്ങനെ വരുമ്പോഴേ എന്ത് ചെയ്യും, ഇവര് പ്രഗ്നന്റ് ആകില്ല. അങ്ങനെയാണ് ഈ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യാൻ ഇടയാവുന്നത്. ഇങ്ങനെ നടക്കുന്നവരിൽ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒന്നാമതായിട്ട് നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവുലേഷൻ സ്റ്റഡീസ് ഉണ്ട്. അതായത് ഒരു ടൈപ്പ് അൾട്രാസൗണ്ട് മെത്തേഡ്സ് ആണ്. നമുക്കൊരു ഡേ 12 തൊട്ട് ഡോക്ടേഴ്സ് എന്ത് പറയും, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വന്ന് നമ്മുടെ ഫോളിക്കിൾസിന്റെ ഒക്കെ മെഷർമെന്റ്സ് എടുക്കും. എന്നിട്ട് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. ഓവുലേഷൻ ആകുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കും. അതുവഴി നമുക്ക് ഓവുലേറ്ററി സൈക്കിൾ ആണോ അത് അനോവുലേറ്ററി സൈക്കിൾ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ
കൺസീവ് ആകുന്നുണ്ടോ, പോസിറ്റീവ് ആകുന്നുണ്ടോ, അല്ലെ ഓവുലേഷൻ നടന്നു. ഇനി ഇതിന്റെ അറ്റാച്ച്മെന്റും ഇതുപോലുള്ള സ്കാനിങ്ങുകളും ഒക്കെ വഴി ഇവർ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇവർക്ക് അനോവുലേറ്ററി സൈക്കിൾ ആണെങ്കിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കും. എന്നിട്ട് വീണ്ടും ഇതുപോലെ എന്ത് ചെയ്യും, ഓവുലേഷൻ ടെസ്റ്റ് ചെയ്യാനുള്ള ഫോളിക്കുലാർ സ്റ്റഡീസ് ഒക്കെ നടത്തും. എന്നിട്ട് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കാറാകുന്ന സമയത്ത് ഈ ഹസ്ബൻഡിനോടും വൈഫിനോടും ആ സമയത്ത് കോണ്ടാക്റ്റിൽ വരാനായിട്ട് പറയും. അപ്പൊ എന്ത് ചെയ്യും, കൺസീവ് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന മെഡിക്കേഷൻസും ഒക്കെ കൊടുക്കും. അതുവഴി നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഓവർകം ചെയ്ത് പ്രഗ്നന്റ് ആയാല് നമ്മുടെ എല്ലാ റോളും കഴിഞ്ഞോ? ഇല്ല. നമുക്ക് PCOD ഉണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാകാവുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഡോക്ടേഴ്സിന്റെ അഡ്വൈസസ് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും അവര് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാനും എടുക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ പ്രഗ്നന്റ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും ഹാപ്പി ന്യൂസ് കിട്ടട്ടെ. ഒരു ഹെൽത്തി പ്രഗ്നൻസി ആയി സേഫ് ആയിട്ട് ഒരു അമ്മയും കുഞ്ഞും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.